സ്വാലിഹീങ്ങളോടുകൂടെ ചേർന്നിരിക്കുമ്പോ അവരെ കൂടെ സങ്കലിക്കുന്ന അവസ്ഥ കൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് വലിയ മാറ്റം തരും, ദുആഇന് വലിയ സ്വീകാര്യത തരും, അമലിന് അള്ളാഹു വലിയ ബഹുമാനം തരും. അങ്ങനെയല്ലേ സ്വാലിഹീങ്ങളായ ആളുകള്, നല്ല മുഅ്മിനീങ്ങളായ ആളുകൾ കൂടെ ഇരിക്കുന്നത് കൊണ്ട്, അതേ സത്യനിഷേധികളായി ജീവിച്ച ആളുകൾ പോലും ആ നല്ല ആളുകളുടെ സഹവാസം കൊണ്ട്, സമ്പർക്കം കൊണ്ട് ഈമാന് കിട്ടിയിട്ട് സുഹൃദിലായി നന്നായി പോയി. കണ്ടില്ലേ നിങ്ങൾ ഇമാം ഖല്ലൂബി തങ്ങൾ പഠിപ്പിക്കുന്നത്? പൂർവകാലത്ത് ജീവിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നൊരു രാജാവ്. അദ്ദേഹം സത്യനിഷേധിയാണ്. അദ്ദേഹത്തിനൊരു മന്ത്രിയുണ്ട്, ഒരു സഹായിയുണ്ട്. എപ്പോഴും കൂടെ പോകുന്ന ആളാണ് ഈ മന്ത്രി. അദ്ദേഹം നല്ല സ്വഭാവക്കാരനാണ്, മുഅ്മിനായ മനുഷ്യനാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോൽക്കുന്ന ആളാണ്. നല്ല വിശ്വസ്തനായതുകൊണ്ട് ഈ മന്ത്രിയെ ഒരു നിലക്കും രാജാവ് ഒഴിവാക്കൂല. അദ്ദേഹം നല്ല വിശ്വസ്തതയുള്ള ആളാണ്. എന്തൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ഭംഗിയായി നിറവേറ്റുന്ന ആളാണ്. എപ്പോഴും അതാ മന്ത്രി ഇങ്ങനെ നോക്കും, രാജാവിന് ഒന്ന് ഉപദേശിക്കണം, അതിനൊരു ചാൻസ് കിട്ടണം. ചാൻസ് കിട്ടുമ്പോഴല്ലേ ഉപദേശിക്കാൻ പറ്റൂ. രാജാവ് നല്ല തിരക്കുള്ള ആളല്ലേ. ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ഒരു ചാൻസ് കിട്ടി. ഒരു രാത്രിയില് രാജാവ് പറഞ്ഞു, നമ്മളൊന്ന് വാഹനമെടുത്തൊന്ന് സഞ്ചരിച്ചു നോക്കിയാലോ. രാത്രി ഒന്നിങ്ങനെ കറങ്ങി വരാന്ന് പറഞ്ഞു. ഒരു സന്തോഷത്തിന് ആ പോകല്ലേ എന്നാണ്, പോകാന്നോ. രണ്ടുപേരും പോയി. ജനങ്ങളെ അവസ്ഥകളൊക്കെ നോക്കി തിരിച്ചു വരാന്നു. അങ്ങനെ ഒരു വഴിക്ക് പോയപ്പോ ഒരു കുന്നിനോട് സാദൃശ്യതയുള്ള ഒരു സ്ഥലം, അവിടെ ചെറിയൊരു വെളിച്ചം ഇങ്ങനെ കത്തുന്ന കാണുന്നുണ്ട്. രണ്ടുപേരും ആ വെളിച്ചം കത്തുന്നിടത്തേക്ക് പോയപ്പോ അതൊരു വീടാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഫീഹി അസ്വാത്തുൻ ഗിനാ, സംഗീത ശബ്ദങ്ങളുണ്ട്, നല്ല ലഹരി പദാർത്ഥങ്ങളുണ്ട്. പലരും ഇങ്ങനെ ആടുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊരു രൂപമാണ് ഒരു വീട്ടിൽ അങ്ങനെ കാണുന്നുണ്ട്. അവരങ്ങനെ അവിടുന്ന് പുറത്തു വന്നു. വീണ്ടും വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം പഴകിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പുറത്ത് ജനങ്ങളൊക്കെ കൊണ്ടുപോയി ഒഴിവാക്കുന്ന ഒരു വേസ്റ്റ്, ഒരു കൂമ്പാരുണ്ട്, മാലിന്യങ്ങൾ തട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനോട് അടുത്താണ് ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നത്.